രുചികരമായ അരി വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ ഒരു ഉപ്മാവാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അരി വറുത്ത് പൊടിച്ച് നമുക്ക് എങ്ങനെ ഉപ്മാവ് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ അരിയെല്ലാം വെള്ളത്തിലിടാൻ മറന്നുപോകും. പിറ്റേ ദിവസം രാവിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എന്താ ചെയ്യാന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം അരിയെടുത്ത് വറുത്ത് പൊടിച്ച് നമുക്ക് പെട്ടെന്ന് ഉപ്മാവ് തയ്യാറാക്കി എടുക്കാം. ഇതിനായി നമുക്ക് ആവശ്യമായത് സാധാരണ റവ ഉപ്മാവിനും അരി ഉപ്മാവിനും പൊടിയരി ഉപ്മാവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സെയിം സാധനങ്ങൾ തന്നെ ഇതിനും ആവശ്യമുള്ളൂ. പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, ആവശ്യമെങ്കിൽ വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിനായി അരി ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അരി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അരിയുടെ കളറ് കുറേശ്ശെ മാറി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിനെ അടുപ്പത്ത് നിന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, എന്നാൽ കരിഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് ചൂടാറിയിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റവയുടെ ഒക്കെ ടൈപ്പിൽ ഒരു തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അടുപ്പത്തൊരു പാൻ വെച്ച് നമുക്കതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് അല്പം കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വലിയ മുളക്, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്തി കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ വെജിറ്റബിൾസോ എല്ലാം ചേർക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒന്നും ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അളന്നു വെച്ച പാത്രത്തിന് 2 കപ്പ് വെള്ളം ചേർക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച അരി സാവധാനം ചേർത്തി കൊടുക്കാം. ചേർത്തുമ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളമെല്ലാം പാകമായി ഉപ്മാവിൻ്റെ ആ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വെള്ളം കൂടുതലായി തോന്നുന്നെങ്കിലും വാങ്ങി റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആവും. ഇപ്പോൾ ഇതാ കണ്ടോ, ഉപ്മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. വെള്ളമെല്ലാം ഡ്രൈ ആയി. ഇനി നമുക്കിതിലേക്ക് പ്രധാനമായി ചേർക്കേണ്ടത് തേങ്ങയാണ്. നമുക്കപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പുമാവിലേക്ക് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ചൂടോടെ സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി വറുത്ത് പൊടിച്ച ഉപ്പുമാവ് ഇപ്പോൾ റെഡിയായി.